കാര്യം ഞാനിപ്പോൾ ഉള്ളത് ബംഗാളിലാണെങ്കിലും കൂടുതലായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതൊന്നും ബംഗാളി ഫുഡ്സ് അല്ല. പകരം എൻ്റെ അയൽവാസി മണിപ്പൂരി ആയതുകൊണ്ട് ഞാനിപ്പോൾ മണിപ്പൂരി ഫുഡ്സിലാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം ആയിട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അതിനകത്ത് വെറൈറ്റി ആയിട്ട് തോന്നുന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ബ്ലാക്ക് റൈസ് എന്നാണ്. ഒരു പുഡിംഗ് ഒക്കെ പോലെയാണ് ഇരിക്കുന്നത്. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് ബ്ലാക്ക് റൈസ് വെച്ചിട്ട് ഒരു പേർപ്പിൾ കളർ പായസം തന്നില്ലായിരുന്നോ? ആ സെയിം റൈസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ശരിക്കും ഒരു പായസത്തിന്റെ കൺസിസ്റ്റൻസിയിലാണെങ്കിലും ഇന്ന് കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഒരു പുഡിംഗ് പോലെയാണ് എടുത്തേക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് നല്ല സ്വീറ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ അരിയൊക്കെ വറ്റിച്ച് കഴിക്കാറില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് രുചിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇവരുടെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളും പിന്നെ ഈ ഉണക്കമീനൊക്കെ വെച്ചിട്ടുള്ളതൊക്കെയാണ് അത്ര അങ്ങോട്ട് പറ്റാറില്ല കഴിക്കുമ്പോൾ. ഇവിടെ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഒന്നും വെറൈറ്റി ആണ്, പക്ഷെ നല്ല യമ്മിയാണ്. റെസിപ്പീസ് ഒക്കെ ചോദിച്ച് പറഞ്ഞു തരുമെന്നൊക്കെ കമന്റ് ബോക്സിൽ കണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയാണ്. റെസിപ്പിയൊക്കെ ചോദിക്കാൻ പോയാൽ ഞാൻ പെട്ട അവസ്ഥയായി പോവും. പിന്നെ ആളെനിക്ക് ഓരോ ഡിഷ് തരുമ്പോഴും അതിന്റെ യൂട്യൂബിലുള്ള റെസിപ്പിയൊക്കെ എനിക്ക് ലിങ്ക് അയക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു ഡിഷായിട്ട് ഉടനെ കാണാട്ടോ.